നമസ്കാരം, ഞാൻ ലിജി. ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പത്തനാപുരം അഗതി മന്ദിരത്തിൽ നടന്ന ഞെട്ടിക്കുന്ന വാർത്തകളെ കുറിച്ച് തന്നെയാണ്. അവിടെ നിന്നുള്ള വാർത്തകൾ വീണ്ടും വീണ്ടും പുതുതായിട്ട് ഒരുപാട് വരുന്നത് കൊണ്ടാണ് വീണ്ടും ഇതിനെക്കുറിച്ച് തന്നെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ വരുന്ന പുതിയ വോയിസ് ക്ലിപ്പുകൾ ഈ മമ്മി ഗിരിജയുടെ സ്ഥാപനത്തിൽ നടന്ന വലിയ അഴിമതികളെ കുറിച്ച് ഞെട്ടിക്കുന്ന വോയിസ് ക്ലിപ്പുകളാണ് ഓരോ യൂട്യൂബേഴ്സിന്റെ ചാനൽ വഴി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. മുൻപ് അവിടെ താമസിച്ചിരുന്ന അന്തേവാസികളും അവരുടെ പേരൻസും ആ നാട്ടിലുള്ള ആൾക്കാരും അതിൻ്റെ അയൽക്കാരും ഒക്കെ ഒരുപാട് വീഡിയോസ് പുതിയതായി ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ പുറത്തു വരുന്നുണ്ട്. നിയമപരമായി കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് വാക്കുകളിലൊക്കെ ചില ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഗിരിജയുടെ സ്ഥാപനത്തിലെ പീഡന കഥകൾ എന്ന് പറയുന്നത് ഒരു ക്രൈം ത്രില്ലർ സിനിമയെ വെല്ലുന്ന രീതിയിലുള്ളതാണ്. ആ വോയിസ് ക്ലിപ്പുകളൊക്കെ കേൾക്കുമ്പോൾ എത്രത്തോളം അഴിമതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇത്രയും ഭീകരമായ ഒരു അന്തരീക്ഷം നേരിട്ട് കണ്ടിട്ടുള്ളത് സിനിമകളിൽ മാത്രമാണ്. ഇത്രയും വലിയ വലിയ പ്രശ്നങ്ങൾ ഈ യൂട്യൂബേഴ്സിന്റെ ചാനൽ വഴി പുറത്തു വന്നിട്ടും നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളോ പ്രമുഖ ന്യൂസ് ചാനൽസുകളോ ഒന്നും തന്നെ ഇവർക്കെതിരെ യാതൊരുവിധ നടപടികളും എടുക്കുന്നതായി കാണുന്നില്ല. ഒരു ന്യൂസ് ചാനലുകൾ പോലും ഇവരുടെ പേര് വെച്ച് വാർത്തകൾ പറയുകയോ ഈ അഗതി മന്ദിരത്തിന്റെ പേര് വെച്ചൊരു വാർത്തകൾ കാണിക്കുകയോ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഇവർ ഇതിനേക്ക് പേടിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിന് പിന്നിലുണ്ടാകുന്ന ഒരു രഹസ്യം എന്ന് പറയുന്നത് ഈ മമ്മി ഗിരിജയുടെ പിടിപാടുകൾ മുകൾ മുതൽ താഴെ വരെ ഇത്രയും വലിയ രീതിയിൽ അവർക്ക് പിടിപാടുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിന്റെ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിന്റെ ഫോട്ടോ അവരുടെ അഗതി മന്ദിരവുമായി റിലേറ്റഡ് ആയിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ പ്രമുഖ സ്ഥാനത്തുള്ള ഒരു നേതാവും ഈ മമ്മി ഗിരിജയുമായിട്ടുള്ള ഫോട്ടോ നമ്മൾ അവരുടെ സ്ഥാപനത്തിൽ പല പ്രാവശ്യം പല ചടങ്ങുകൾക്കും ഇദ്ദേഹം വരുന്നതായും ആ ഫോട്ടോകൾ ഇവരുടെ ചാനൽ വഴി ഇവരുടെ പേജുകളിലുമൊക്കെ ഇവർ പലപ്പോഴും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ പല പ്രാവശ്യം ഇവർ ഈ സോഷ്യൽ മീഡിയ വഴി പുറത്ത് വിട്ടിട്ടുണ്ട്. ഇദ്ദേഹവും ഈ സ്ഥാപനത്തിൽ വന്നതായിട്ടുള്ളത്. അപ്പം ഈ നേതാവ് ഈ സ്ഥാപനത്തിൽ വരികയും അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ഫോട്ടോകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് ആ സ്ഥാപനത്തിൽ ഇത്രയും വലിയൊരു അഴിമതി നടക്കുമ്പോൾ ഈ നേതാവ് അതിനെക്കുറിച്ച് യാതൊന്നും ചോദിക്കുന്നില്ല? ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവർ ദുരുപയോഗം ചെയ്തു എന്നുള്ള രീതിയിലെങ്കിലും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ അന്വേഷിക്കാത്തതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ മമ്മി ഗിരിജയുടെ പേഴ്സണൽ ബന്ധം എന്ന് പറയുന്നത് അങ്ങ് മുകൾ മുതൽ ഈ അഗതി മന്ദിരത്തിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളും CWCയും ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിലും ഉണ്ടെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബന്ധങ്ങൾ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഈവൻ അവിടെ ഒരു പ്രാങ്ക് കോൾ ഷോ നടന്നിരുന്നു. ആ സമയത്ത് അവിടുത്തെ സ്ഥാപനത്തിലേക്ക് 2-3 വ്യക്തികൾ വന്ന് അവരുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന ഒരു സീനായിരുന്നു ആ പ്രാങ്ക് കോൾ ഷോയിൽ ആ ടീം കാണിച്ചിരുന്നത്. ആ സമയത്ത് പ്രശ്നം രൂക്ഷമാകുന്നു എന്ന് തോന്നുമ്പോൾ ഈ മമ്മി ഗിരിജ പറയുന്നത്, നമ്മൾ ഒരു സ്ഥാപനത്തിൽ ഒരു പ്രശ്നം വന്നാൽ ആദ്യമേ പോലീസിനെ വിളിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരെ വിളിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മമ്മി ഗിരിജ ആ പ്രാങ്ക് കോൾ ഷോയിൽ നമുക്ക് കാണാൻ പറ്റും അവർ പറയുന്നത് ഒരു സാറിനെ വിളിക്കുക അല്ലെങ്കിൽ MLA വിളിക്കുക എന്നാണ് പറയുന്നത്. വ്യക്തികളുമായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ വ്യക്തികൾക്ക് ഈ സ്ഥാപനവുമായി അത്രയ്ക്ക് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഈ നേതാക്കന്മാരൊക്കെ ഈ സ്ഥാപനത്തിൽ ഇത്രയും ഒരു അഴിമതി നടക്കുന്നു എന്നറിയുമ്പോൾ എന്തുകൊണ്ട് അവർക്കെതിരെ ഒരു നടപടി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു വസ്തുത മാത്രമാണ്. ഇപ്പോൾ അവിടെ ചിൽഡ്രൻസ് ഹോമിൽ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം സുരക്ഷിതരായി എത്തിക്കഴിഞ്ഞു. പക്ഷേ അവിടെയുള്ള അമ്മമാരുടെ അവസ്ഥ ഇതിലും വളരെ മോശമാണ്. കാരണം ഈ വയസ്സായ അമ്മമാരെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് ഇവർ കൊണ്ടുപോകുന്നത്. ആ പ്രൈവറ്റ് മെഡിക്കൽ കോളേജും ഇവരുമായിട്ടുണ്ടാകുന്ന പല അഴിമതികളും നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ പുതിയ വോയിസ് ക്ലിപ്പുകളിലൂടെ നമുക്ക് വീണ്ടും അറിയാൻ കഴിയുന്നത്. വേറൊരു അനാഥാലയം നടത്തിക്കൊണ്ടിരുന്ന കെനഡി സാറ് അതൊരു ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന് അതിനെക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ അഴിമതികളെ കുറിച്ച് അദ്ദേഹം അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്.
മറ്റൊരു വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് ഒരു അമ്മുമ്മ തൻ്റെ പേരക്കുട്ടികളെ ഈ മമ്മി ഗിരിജയുടെ സ്ഥാപനത്തിൽ നിർത്തിയിരുന്നു. അവരവിടെ കാണാൻ ചെല്ലുമ്പോൾ ഇവർ കാണാൻ അനുവദിക്കത്തില്ലായിരുന്നു. കൂടുതൽ സമയം കുട്ടികളുമായിട്ട് സംസാരിക്കാൻ അനുവദിക്കത്തില്ലായിരുന്നു. അമ്മുമ്മ അവിടെ വരുമ്പോൾ കുട്ടികളെ വിളിക്കുന്നത് PKസിലെ കുട്ടികളെ കൊണ്ടുവരാനാണ് അവർ പറയുന്നത്. അമ്മുമ്മ അതിനെ ചോദ്യം ചെയ്യുകയും അവിടെ വെച്ച് അവർ തമ്മിൽ വഴക്കുണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വീഡിയോ ക്ലിപ്പും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള നമ്മളെ ആരെയും സാധാരണ ഒരു മനുഷ്യനെ ഞെട്ടിക്കുന്ന പല അഴിമതികളും വലിയ മൃഗീയവും പൈശാചികവും ഒക്കെ ആയ ഭയങ്കര അഴിമതികളാണ് ഇവരും ഈ കുടുംബവും അവിടെ കാണിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ സാമ്പത്തിക ക്രമക്കേടുകൾ ഒരുപാട് ഇവർ നടത്തിയിട്ടുണ്ട്. 3 സെന്റും ഒരു ചെറിയ വീടുമായിരുന്നു ഇവർക്ക് ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഇവർക്കുണ്ടായിരുന്ന സമ്പത്തെന്ന് പറയുന്നത്. ഇപ്പോൾ അവരുടെ മോനും മരുമകൾക്കും ആയിട്ട് ലക്ഷങ്ങളുടെ വീടും ആഡംബര കാറുകളും ഒക്കെ വാങ്ങിക്കൊടുത്ത് ഇവരുടെ പേരിലും 2 or 3 സ്ഥലത്ത് വീടുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും സമ്പത്തുകൾ ഇവർക്ക് എങ്ങനെ വന്നു ചേർന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടത് ഒരു വലിയ വസ്തുത തന്നെയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്നത് അവിടെ സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ വോയിസ് ക്ലിപ്പായിരുന്നു വന്നത്. ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് ഇവർ അടിക്കടിക്ക് തെങ്കാശിക്ക് പോകാറുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇവർ തെങ്കാശിക്ക് പോകുന്നത് എന്നും പിന്നെ അവരുടെ മരുമകനുമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയും ഈ തെങ്കാശിക്ക് പോകുന്ന കാര്യത്തിലും ഇപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇവരിങ്ങനെ അടിക്കടി പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കുതന്ത്രം അതിന് പിന്നിലും ഉണ്ടാകുമെന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല അഴിമതികളും നടക്കുന്നുണ്ട്. പല അഴിമതികളും നടന്നു അതിന് പല വോയിസ് ക്ലിപ്പുകളും ഒക്കെ പുറത്തു വന്നു അപ്പോൾ ഇങ്ങനെയുള്ള പല അഴിമതികൾ നടന്ന ഈ സ്ഥാപനത്തിൽ ഈ വ്യക്തിക്കെതിരെയും ഈ സ്ഥാപനത്തിൽ ഇവർ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളും മറ്റ് അഴിമതികളെയും കുറിച്ച് എത്രയും വേഗം അന്വേഷണത്തിന് നമ്മുടെ ഗവൺമെന്റും നമ്മുടെ സർക്കാരും ഗവൺമെന്റും മറ്റ് അധികാരികളും ഉത്തരവിടുകയും അവിടെയുള്ള അമ്മമാരെ കൂടിയും അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. യൂട്യൂബേഴ്സിനേക്കാൾ കൂടുതൽ അധികാരം നമ്മുടെ പ്രമുഖ ചാനൽസുകൾക്കാണ് ഈ വാർത്തകൾ അവതരിപ്പിക്കാനുള്ളത്. അപ്പോൾ അവരാരും ഈ വാർത്ത പൂർണ്ണതയോടെ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ പേര് വെളിപ്പെടുത്താതെ കാണിക്കുന്നു. അപ്പോൾ വാർത്താ ചാനലുകളും ഗവൺമെൻറ്റും നമ്മുടെ സർക്കാരും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ ശക്തമായി ഒരു നടപടി എടുക്കണമെന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.